ബീജിംഗ് പ്രഖ്യാപനം വലിയ വാർത്താ പ്രാധാന്യം നേടിയിരുന്നു. പരസ്പരം പോരടിച്ചു നിൽക്കുന്ന പലസ്തീനിലെ ഹമാസ് ഉൾപ്പെടെയുള്ള 14 ഗ്രൂപ്പുകളെ ഒരുമിപ്പിച്ചത് ചൈനയാണ്. ബീജിംഗിൽ വെച്ച് നടന്ന ചർച്ചയിലാണ് യുദ്ധാനന്തര പലസ്തീനിൽ സുസ്ഥിര സർക്കാർ രൂപീകരിക്കുന്നതിനുള്ള ഉടമ്പടിയിൽ ഗ്രൂപ്പുകൾ ഒപ്പുവെച്ചത്. ഏറെ നിർണായകമായ ഉടമ്പടിയായാണ് ഇതിനെ വിലയിരുത്തുന്നതും. ഹമാസിനൊപ്പം മറ്റൊരു ഗ്രൂപ്പ് കൂടി ഇസ്രായേലിനെതിരെ കഴിഞ്ഞ ദിവസം രംഗത്ത് വന്നിരുന്നു. പലസ്തീനിയൻ ഇസ്ലാമിക് ജിഹാദിന്റെ സായുധ വിഭാഗമാണ് ഇസ്രായേലിനെതിരെ ആക്രമണം നടത്തിയത്. തെക്കൻ ഗാസയിലെ ഖാൻ യൂനീസിലൂടെ പറന്ന ഇസ്രായേലിന്റെ ഇവോമാക്സ് ഡ്രോണിനെ പിടിച്ചെടുത്തതായി അൽ-ഖുദ്സ് ബ്രിഗേഡ് അവകാശപ്പെട്ടു. കിഴക്കൻ ഖാൻ യൂനീസിലെ ബാലി സുഹൈല മേഖലയിലെ ഇസ്രായേലിന്റെ സൈനിക കേന്ദ്രം ഷെല്ലുകൾ വർഷിച്ച് തകർത്തതായും സായുധസേന ടെലിഗ്രാഫിലൂടെ അറിയിച്ചു. അതിനിടെ ഗാസയിൽ വ്യോമാക്രമണത്തിൽ കുട്ടികൾ ഉൾപ്പെടെ 30 പേരാണ് കൊല്ലപ്പെട്ടത്. അഭയാർത്ഥി ക്യാമ്പായി ഉപയോഗിക്കുന്ന സ്കൂളിന് നേരെയാണ് ആക്രമണമുണ്ടായത്. അഭയാർത്ഥി ക്യാമ്പും താൽക്കാലിക ആശുപത്രിയുമായാണ് ഈ കെട്ടിടം ഉപയോഗിച്ചിരുന്നത്. അൽ-അക്സ ആശുപത്രിയിലെ അത്യാഹിത വിഭാഗം പരിക്കേറ്റവരെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണെന്ന് ഡോക്ടർമാരെ ഉദ്ധരിച്ച് അൽ ജസീറ റിപ്പോർട്ട് ചെയ്തു. പരിക്കേറ്റവരിൽ നിരവധി പേരുടെ നില ഗുരുതരമാണെന്നും ഡോക്ടർമാർ അറിയിച്ചു. കിഴക്കൻ ഖാൻ യൂനീസിൽ 100 കണക്കിന് പലസ്തീനികൾ കുടുങ്ങിക്കിടക്കുന്നതായി UN ഏജൻസി അറിയിച്ചു. ഇസ്രായേൽ സേനയുടെ കടുത്ത നിയന്ത്രണമുള്ളതിനാൽ ഇവിടേക്ക് രക്ഷാപ്രവർത്തകർക്ക് എത്തിച്ചേരാൻ കഴിയുന്നില്ലെന്നും ഏജൻസി വ്യക്തമാക്കി. ഗാസയിൽ സുരക്ഷിതമായ ഒരിടവുമില്ലാത്ത അവസ്ഥയാണ് നിലവിലുള്ളത്. സുരക്ഷിതമെന്ന് പ്രഖ്യാപിച്ച മേഖലകളിൽ പോലും ഇസ്രായേൽ ആക്രമണം നടത്തുന്നുണ്ട്. തുടർന്ന് ജനങ്ങൾ അവരുടെ തകർന്ന വീടുകൾക്ക് സമീപം തന്നെ കഴിയുകയാണെന്നും മാധ്യമ റിപ്പോർട്ടുകൾ പറയുന്നു. അഭയം തേടി പലസ്തീൻ ജനത പരക്കം പായുകയാണെന്ന് പലസ്തീൻ റെഡ് ക്രസന്റ് സൊസൈറ്റി വക്താവ് അറിയിച്ചു. ഇസ്രായേൽ ഗാസയിൽ വംശഹത്യയാണ് നടത്തുന്നതെന്ന ആരോപണം ഉയരുന്നതിനിടെ ആക്രമണം നടക്കുന്ന മേഖലകളിലേക്ക് ജനങ്ങളെ ഇസ്രായേൽ സേന ആട്ടി ഓടിക്കുകയാണെന്ന റിപ്പോർട്ടും പുറത്തു വരുന്നുണ്ട്. യുദ്ധം ആരംഭിച്ചതിനു ശേഷം ഇസ്രായേൽ സൈന്യം 9840 പലസ്തീനുകളെ തടവിലാക്കിയിട്ടുണ്ടെന്ന റിപ്പോർട്ടുകളും അതിനിടെ പുറത്തു വരുന്നുണ്ട്. അങ്ങനെ തടവിലാക്കപ്പെട്ടവരിൽ കുട്ടികൾ ഉൾപ്പെടെയുള്ളവർ ഉണ്ടെന്നും റിപ്പോർട്ടുകൾ പറയുന്നു.